എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ST കിച്ചൺ വേഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പൊട്ടാറ്റോ മസാല ഫ്രൈയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 4 ചെറിയ സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തോടെല്ലാം ഒന്ന് കളഞ്ഞ ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഉരുളക്കിഴങ്ങെല്ലാം കട്ട് ചെയ്ത് നല്ലതുപോലെ കഴുകിയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടിയിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങെല്ലാം ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഒരു അരപ്പരുവം ഒന്ന് വേവിച്ചെടുത്താൽ മതി. നമുക്ക് കൂടുതൽ വെന്ത് പോകാൻ പാടില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിവിടെ നല്ലതുപോലെ വെന്ത് കിട്ടും. അധികം വെന്ത് പോകാൻ പാടില്ല. നമ്മൾ മസാല തയ്യാറാക്കുമ്പോൾ അല്ലെ ഉരുളക്കിഴങ്ങ് അത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ഒരു അര വേവാകുമ്പോൾ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് മാറ്റാം കേട്ടോ. അപ്പം ഞാനവിടെ ഉരുളക്കിഴങ്ങ് ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. തിളച്ച് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പിതുക്കി നോക്കാം. ഒന്ന് ചെറുതായിട്ട് വെന്ത് കിട്ടിയാൽ നമുക്കിതിനെ തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പം ഞാനവിടെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ആ വെള്ളം എല്ലാം ഒന്ന് ഊറ്റി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചീഞ്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. കണക്കിന് മതി കേട്ടോ. നമുക്ക് അധികം എണ്ണയൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പം കടുക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കടുകും കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവാള നീളത്തിന് കട്ട് ചെയ്തത്, ഒരു പച്ചമുളക്, കുറച്ച് ഇഞ്ചി, അതുപോലെ തന്നെ 2-3 അല്ലി വെളുത്തുള്ളി നീളത്തിന് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അത് നല്ലതുപോലെ ഒന്ന് വശക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചോറിൻ്റെ ഒപ്പം മാത്രം കഴിക്കാമല്ല കേട്ടോ. നമുക്ക് ഏത് പലഹാരത്തിൻ്റെ ഇപ്പോൾ ദോശയ്ക്കൊപ്പം അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മസാല ഫ്രൈ ആണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് നല്ലതുപോലെ ഒന്ന് വാടി വരും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ST കിച്ചൺ വേഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്കൊരു വലിയ തക്കാളിയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്തൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ ഈ ഒരു തക്കാളിയും ഉള്ളിയൊക്കെ. അപ്പോൾ ഇവിടെ തക്കാളിയും ഉള്ളിയെല്ലാം നല്ലതുപോലെ വെന്ത് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അധികം പൊടികളൊന്നും ചേർക്കാത്ത പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉരുളക്കിഴങ്ങ് മസാലയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1 സ്പൂൺ അളവിൽ മുളക് പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ആ ഒരു പച്ചമണം എല്ലാം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ആ എണ്ണയിലൊന്ന് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. കാരണം നമുക്ക് ഇതല്ലാതെ പൊടിയൊന്ന് വറുത്ത് ചേർക്കുകയാണെങ്കിലും അതും നല്ലതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഒരു മസാലയിൽ കിടന്ന ആ ഉരുളക്കിഴങ്ങ് ബാക്കി വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഞാനവിടെ മസാല എല്ലാം നല്ലതുപോലെ പിടിച്ച് നല്ലതുപോലെ അതിൻ്റെ അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ചെറു തീയിൽ വെച്ച് ഒരു 5-10 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഉരുളക്കിഴങ്ങ് മസാല ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ST കിച്ചൺ വേഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.